കഴിഞ്ഞ ദിവസം രാത്രിയിൽ പെയ്ത ശക്തമായ മഴയിൽ കൊല്ലം ചാത്തനാകുളം ഡിവിഷനിലെ അംബേദ്കർ കോളനി കുഴിയാണി ഭാഗങ്ങളിൽ വെള്ളം കയറി. ചാത്തനാകുളം ഡിവിഷനിൽ നമുക്ക് രാവിലെ തൊട്ടേ നമ്മൾ ഈ മഴക്കെടുതിയുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുകയാണ്. കാരണം നമ്മുടെ ചാത്തനാകുളം ഡിവിഷൻ എന്ന് പറഞ്ഞ ഒരു ചേരി പ്രദേശമാണ്. അവിടെ നമുക്ക് അംബേദ്കർ കോളനി ഫുള്ള്, കരിപ്പോട്ടി കമ്പനിയുടെ ഭാഗം ഫുള്ള് നമുക്ക് വെള്ളത്തിലായി. കുഴിയാനി ഓട, പിന്നെ ചിറയിലോട, അങ്ങനെ നിരവധി പ്രദേശങ്ങളിൽ വെള്ളം കെട്ടി. നമ്മളിപ്പോൾ അടിയന്തരമായിട്ട് നമ്മുടെ MSM സ്കൂളിൽ നമ്മളൊരു ക്യാമ്പ് അറേഞ്ച് ചെയ്ത് വില്ലേജ് ഓഫീസറും മറ്റു ഉദ്യോഗസ്ഥരും എല്ലാ ക്യാമ്പിൽ പങ്കെടുത്ത് എല്ലാവരും രജിസ്ട്രേഷനും കാര്യങ്ങളും എല്ലാം ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി അടുത്ത് അവർക്കുള്ള ഫുഡിനുള്ള അറേഞ്ച്മെൻറ്റും കാര്യങ്ങളും എല്ലാം നമ്മൾ ചെയ്ത്, അതിനോടൊപ്പം തന്നെ നമ്മൾ വീടുകളിൽ നിന്ന് ആൾക്കാരെ എല്ലാം മാറ്റി പാർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ഈ ഒരു വെള്ളത്തിൻ്റെ ഈ മഴ ശക്തമായി കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. കാരണം അത്ര ചേരി പ്രദേശമാണ് നമ്മുടെ ചാത്തനാകുളം ഡിവിഷൻ. കംപ്ലീറ്റ് വാർഡിനെ വെള്ളം നമ്മൾ അവിടെ ഇതുവഴിയാണ് പിന്നെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം അവിടെ താഴെ ചെല്ലുമ്പോഴത്തേക്ക് അതിവ്യക്തമായ ഒഴുക്കാം ഇവിടെ ഈ വാർഡിൻ്റെ എൻഡിൽ. 22ാം ഡിവിഷനെ സംബന്ധിച്ചിടത്തോളം കൂടുതലും താഴ്ന്ന പ്രദേശമായ സ്ഥലങ്ങളാണ്. അവിടെ എന്ന് വെച്ചാൽ നേരത്തെ ഒരുപാട് തോടുകളും ഓടകളും കുളങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം വീടുകൾ കൂടിയപ്പോഴത്തേന് ഈ തോടുകളും ഓടുകളും വെള്ളം ഒഴുകിപ്പോകാനുള്ള സാധ്യത കുറഞ്ഞു. ഇപ്പം നിലവിലുള്ള ഈ ഓടകളിലൂടെ മാത്രമാണ് വെള്ളം പോകുന്നത്. ഇതേതാണ്ട് പത്തായക്കല്ല്, അതുപോലെ തന്നെ മാമൂട്, IT ആ ഭാഗത്തു നിന്നുള്ള വെള്ളമാണ്. അത്രയും ക്വാണ്ടിറ്റിയിലാണ് ഈ വെള്ളം വരുന്നത്. ഇത് ഈ ഒഴുകിപ്പോകാൻ സാഹചര്യം ഇല്ലാത്തതിൻ്റെ വെള്ളം റോഡുകളിലും വീടുകളിലും കയറാൻ തുടങ്ങിയത്. ഇത് രാവിലെ ഇന്നലെ മുതൽ പരിസര പ്രദേശത്തുള്ള ആൾക്കാരുമായിട്ട് കോർപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ സജ്ജീകരണ പ്രവർത്തനം പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. ഇന്നിപ്പോൾ സ്കൂളിൽ ക്യാമ്പ് തുടങ്ങി സ്കൂളിലേക്ക് ആൾക്കാരെ എത്തിക്കാനും വീടുകളിൽ കയറി പലയിടത്തും പറയുന്നുണ്ട് ക്യാമ്പുകൾ തുടങ്ങിയിട്ടുണ്ട്. വീടുകളിലേക്ക് പോവുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് സൗകര്യമുള്ള ബന്ധുക്കൾ വീടുകളിലേക്ക് പോകാൻ വേണ്ടി പറയുന്നുണ്ട്. അല്ല, ഈ പരിസര പ്രദേശത്തേക്കുള്ള താഴ്ന്ന പ്രദേശത്തേക്ക് വെള്ളം സ്റ്റോർ ചെയ്യല്ലേ. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് പോകാനുള്ള ഒരു സംവിധാനം ഇല്ലാത്തതുകൊണ്ടാണ്. അല്ലാതെ നമ്മൾ അർഹതയെന്ന് കുറ്റം പറയല്ല. അതിനുള്ള സംവിധാനം മഴ തോന്നി നിന്നാൽ മാത്രം മാറുമെന്നുള്ളതാണ് നമ്മുടെ വിശ്വാസം. അല്ല, ബുദ്ധിമുട്ട് അക്കൂസിലൊന്നും പോകാൻ വയ്യ, ഒന്നും ചെയ്യാൻ വയ്യാത്ത അവസരം. ഓടയുടെ അല്ല, അപ്പുറത്തുനിന്നുള്ള വെള്ളം ഇങ്ങോട്ട് മറിയുന്നുണ്ട്. ആ അയ്യത്തുള്ള വെള്ളം ഇതാ അങ്ങനെയൊന്നുമല്ല. ഇതെന്ന് പറയുന്നത് ഇപ്പം ഈ ഓടയുടെ ഒരു പകുതി വരെ ചെയ്ത് ബാക്കിയുള്ളത് ഇതായി. പിന്നെ അതുമല്ല, അപ്പുറത്തെ അയ്യത്തിലുള്ള ഒരു വീടോ കാര്യങ്ങളോ ഒന്നുമില്ല, അതിനുള്ള വെള്ളം. പിന്നെ ബാക്കിയുള്ള ഒഴുകി വരുന്ന വെള്ളം. അപ്പോൾ ഈ അധികാരികൾ ഈ വരുന്ന വെള്ളങ്ങൾ കംപ്ലീറ്റും കറക്റ്റ് ചെയ്ത് അത് വിടാനുള്ള ഒരു സെറ്റപ്പ് ചെയ്യണം.
നമ്മളൊരു കൗൺസിലറായാലും ശരി തന്നെ, ഇവിടുത്തെ ഒരു MLA ആയാലും ശരി തന്നെ, ഒരു MP ആയാലും ശരി തന്നെ, എല്ലാവരും നമ്മൾ തിരഞ്ഞെടുത്ത് വിടുന്നവരാണ്. അപ്പോൾ അവർ നമുക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യണം. ഇതിപ്പോൾ ആദ്യമായിട്ടാണ് ഇത്രയും വെള്ളം ഇവിടെ പൊങ്ങുന്നത്. ഒരു 7-8 വർഷത്തിന് മുമ്പ് ഇതേപോലെ ഇങ്ങനെ ഒരു വെള്ളപ്പൊക്കം ഉണ്ടായി. അതിനുശേഷം ഇപ്പോൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഇതുണ്ട്. ഇത് എന്തുകൊണ്ട് ഇതെങ്ങനെ ആയി എന്നുള്ള ഇതിൻ്റെ അധികാരികൾ അത് ശ്രദ്ധയിൽ പെടുത്തുകയാണ് അവർ ചെയ്യണം. അത് അന്വേഷിച്ച് അത് ചെയ്യുക. കുട്ടികൾ, ഗർഭിണികൾ കാര്യങ്ങളും എല്ലാം ഉള്ള നമ്മൾ ഈ മേഖലയിൽ താമസിക്കുന്നവരാണ്. അല്ലാതെ നമ്മൾ എല്ലാവരും കൂലിപ്പണിയെടുത്ത് ജീവിക്കുന്നവരാണ്. ഇവിടെ ഉള്ള മുതലാളിമാരോ കാര്യങ്ങളോ ഒന്നുമില്ല. ഈ മേഖല മൊത്തം കൂലിപ്പണിക്കാരാണ്. പല മേഖലയിലും മൈക്കാട് പണി, ഫുൾപാത്തിൽ കച്ചവടം, പിന്നെ മൈക്കാട് പണി, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നവരാണ്. നമുക്കെന്ന് പറയുന്നത് നമ്മൾ വീടാണ് നമ്മൾ സ്വർഗം. ആ വീടിനകത്ത് വെള്ളം കയറുക, എടുക്കുക എന്നുള്ളൊരു രീതി ഇതാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയെന്ന് പറയുന്നത് ഞങ്ങളെ ഈ വാർഡിൽ ഞങ്ങളിവിടെ ഒരു 10-22 കുടുംബങ്ങളുണ്ട്. വാർഡിൻ്റെ പേര് ചാത്തനാകുളം ഓടപ്പുറം. ഈ ഓടപ്പുറം എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഓടപ്പുറത്ത് ഈ നിൽക്കുന്ന ഞങ്ങൾ ഒരു 10-22 കുടുംബങ്ങൾ ജീവിക്കുന്നു. അപ്പം ഞങ്ങൾക്ക് സുരക്ഷിത അത് വേണം. അപ്പം ഇതിനുള്ള അധികാരികൾ, ഈ അധികാരികൾ അതിന് വേണ്ട സുരക്ഷിത ഞങ്ങൾക്ക് ചെയ്യണം.